ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ നമ്മളെ സിസ്റ്റം പക്കയായിട്ട് വർക്കായിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് 1-2 വർക്ക് വന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലെനോവോയുടെ ബ്രാൻഡഡ് CPU, അതുപോലെ തന്നെ ഒരു HP-യുടെ നാനോ ടൈപ്പ് CPU ആണ്. ലെനോവോയുടെ ബ്രാൻഡഡ് CPU എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പവർ ഓണാക്കി കഴിഞ്ഞാൽ, ആദ്യമൊക്കെ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാന് കറങ്ങി ഇങ്ങനെ നിന്നു എന്നാണ് പറഞ്ഞത്. അതിന് ശേഷം പിന്നെ തീരെ പവർ ഓണാകാത്തൊരു കണ്ടീഷനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു SMBS ഒക്കെ എടുത്ത് പോയി നമ്മളെ പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആണോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് നമുക്ക് RF SMBS വരുന്നത്, നമുക്ക് ATX SMBS അല്ല, 24 പിന്ന് വരുന്ന ATX SMBS അല്ല വരുന്നത്. പിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നതാണ്. അവിടുന്ന് നമുക്ക് എന്തായാലും സർവീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഈ RF SMBS അത് നമ്മൾ സർവീസ് ചെയ്തെടുത്താലുള്ള നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇത് SMBS നമുക്ക് ഷോപ്പിലൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ തന്നെ വരുത്തേണ്ടി വരും. ഞാൻ കസ്റ്റമറോട് ഇതെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ പിന്നെ നമുക്ക് ATX SMBS ഞാൻ ഇതുപോലെ മുന്നേ ചെയ്തിട്ടുണ്ട്. ഒരു ഡെല്ലിൻ്റെ ബ്രാൻഡഡ് CPU തന്നെ നമുക്ക് പിന്നെ ATX SMBSൻ്റെ യെല്ലോ കേബിൾ നമ്മൾ 12 വോൾട്ട് അതുപോലെ തന്നെ 5 വോൾട്ടൊക്കെ കട്ട് ചെയ്തതിനു ശേഷം ഇതിൻ്റെ ഈ SMBSൻ്റെ കണക്ടർ ഉപയോഗിച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ചിലത് നമുക്ക് ചെറിയ പ്രോബ്ലം ഉണ്ടാവുള്ളൂ, ചെറുതായിട്ട് ചെറിയ എന്തെങ്കിലും ഷോർട്ടബിൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് ഇതന്നെ നമുക്ക് ശരിയാക്കി എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കതുപോലെ ATXൻ്റെ നമ്മൾ സാധാരണ വരുന്ന SMBS കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പിന്ന് കട്ട് ചെയ്തതിനു ശേഷം ശരിയാക്കി എടുക്കും. അപ്പോൾ ഞാൻ സാധാരണ പവർ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ SMBS കൊണ്ടുപോയി ചെക്ക് ചെയ്ത സമയത്ത് ഒരുവിധമൊക്കെ ഞാൻ സൈറ്റിൽ നിന്ന് തന്നെയാണ് പ്രോബ്ലം തീർക്കാറുള്ളത്. ഇതുപോലെ നമ്മളുള്ള കംപ്ലൈൻറ്റുകളൊന്നും നമുക്ക് സൈറ്റിൽ നിന്ന് തീർക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ മദർ ബോർഡ് പ്രോബ്ലമോ കാര്യങ്ങളൊന്നുമില്ല, SMBSൻ്റെ പ്രോബ്ലമാണ്. SMBS ഔട്ട് വർക്ക് ചെയ്യുന്നില്ല. അതൊക്കെ ഞാൻ അവിടുന്ന് മീറ്റർ വെച്ച് ചെക്ക് ചെയ്തു. പിന്നെ നമുക്ക് ആ ഒരു സ്ഥാപനത്തിൽ തന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഒരു HP-യുടെ നാനോ ടൈപ്പ് CPU ആണ്. ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബോർഡ് ഷോർട്ടാണ്. നമ്മൾ അഡാപ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അഡാപ്റ്ററിൽ പിന്നെ LED ഡിമ്മായി പോവുകയാണ്. അപ്പോൾ നമുക്കത് ഷോർട്ടാണെങ്കിൽ അങ്ങനെ സംഭവിക്കാറ്. അപ്പോൾ ഇതാണ് HP-യുടെ നാനോ ടൈപ്പ് CPU. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അഡാപ്റ്റർ കംപ്ലൈൻ്റ് ആണ്. കാരണം ബോർഡ് ഷോർട്ടായത് കാരണം കൂടുതൽ നേരം അഡാപ്റ്റർ അതിനകത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം ആ അഡാപ്റ്റർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ കോമ്പാറ്റബിൾ വെച്ച് അഡാപ്റ്റർ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പിന്നെ LED ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതെന്താ പ്രോബ്ലം നോക്കി നോക്കാം. ഇത് പിന്നെ HP-യുടെ ബ്രാൻഡഡ് ഒരു നാനോ ടൈപ്പ് CPU ആണ്. അപ്പോൾ ഇത് രണ്ടും ഒരു സ്ഥാപനത്തിലെ വർക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് നോക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളുടെ CPU, ബ്രാൻഡഡ് CPU ആണ് ലെനോവോയുടെ. ഈ ബ്രാൻഡഡ് CPU എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്കിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലം കാണിച്ചു കഴിഞ്ഞാൽ സർവീസ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ സ്പെയറുകൾ വാങ്ങിക്കാൻ കിട്ടില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. ഒക്കെ നമ്മൾ ഇവരെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിത് പവറൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത് ഞാൻ ഓൾറെഡി സൈറ്റിൽ നിന്നൊക്കെ ചെക്ക് ചെയ്തതാണ്, പവർ ഓൺ ആണില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് നമ്മൾ മദർ ബോർഡിൽ പവർ ബട്ടൺ ഞാൻ കേബിൾ ഊരിട്ടതിന് ശേഷം ഷോർട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഓൺ ആകുന്നില്ല. പിന്നെ SMBSൻ്റെ ഔട്ട് ഭാഗം മീറ്റർ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തും 5 വോൾട്ട് കാര്യങ്ങളൊന്നും കാണിക്കണില്ല. അപ്പോൾ SMBS പ്രോബ്ലം കൊണ്ടാണ് എന്നുള്ളത് കൺഫേമാണ്. അപ്പോൾ നമുക്കിത് CPU-നകത്ത് കംപ്ലീറ്റ് ഡസ്റ്റ് അടിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. കണ്ടോ, മൊത്തത്തിൽ പിന്നെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മൊത്തം ഒന്ന് ബ്ലോവർ കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്യാം. അതിന് ശേഷം ബാക്കിയുള്ള വർക്കുകളൊക്കെ നോക്കാം. അതുപോലെ നിങ്ങളുടെ CPU ഇതുപോലെ ഒരു 6 മാസം കൂടുമ്പോൾ ഈ ബ്ലോവർ ഇല്ലെങ്കിൽ ഇതുപോലെ ബ്രഷ് എടുത്തിട്ട് ഒന്ന് പൊടി തട്ടുന്നത് നല്ലതാണ്. ഹാങ് ആകുക, അതുപോലെ തന്നെ സ്ലോ ആകുക, പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡസ്റ്റ് അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ. കാരണം ഈ ഒരു പിന്നെ പ്രോസർ ഫാനിൻ്റെ അകത്ത് ഡസ്റ്റ് ഉണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് നിങ്ങളൊരു 6 മാസം കൂടുമ്പോഴെങ്കിലും അത് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും, സിസ്റ്റത്തിന് പെർഫോമൻസും കാര്യങ്ങളും ഉണ്ടാവും.
എങ്ങനെ ഡസ്റ്റ് അടിഞ്ഞു കൂടിയെന്ന സിസ്റ്റം ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പൊടി തട്ടിയപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു കൂട്ടുകാരൻ ചോദിച്ചിരുന്നു നമ്മൾ 6 ഫീറ്റ് ഡിഷ് എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെയാണ്. നമ്മളിതിൽ ഇൻറ്റൽസാറ്റ് 17 ഒരു അപ്സ്റ്റാർ 7 അങ്ങനെ 2 LMB വെച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ട്രാക്ക് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. നമ്മളൊരു പാഷനായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോഴും ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാ മലയാള ചാനലുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ എടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ വൈകാതെ നമ്മൾ ഈ ചാനൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ SMBSൽ വരുന്ന കേബിള്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന പവർ സപ്ലൈ. ഇത് നമുക്ക് പിന്നെ ശരിയാക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാവുകയാണെങ്കിൽ നമുക്കത് ഓൺലൈനിൽ വരുത്തിയിട്ട് നമുക്ക് പിന്നെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ചില കസ്റ്റമർക്ക് ബ്രാൻഡഡ് വാങ്ങിക്കുന്ന ചില കസ്റ്റമർക്ക് നമ്മൾ ATS SMBS നമ്മൾ പിന്ന് കട്ട് ചെയ്തിട്ട്, അതായത് ഈ പിന്ന് ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ വരുന്ന ATS SMBS കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം വർക്കാവും. പക്ഷേ ചില കസ്റ്റമർക്ക് അത് ബ്രാൻഡഡ് കീപ്പ് ചെയ്യുന്ന ആളുകൾക്ക് അത് എന്തായാലും സമ്മതിക്കാറില്ല. അവർ പറയും ഒന്നുമില്ലെങ്കിൽ ഓൺലൈനിൽ പുതിയത് വരുത്താൻ പറയും. കാരണം 1800 1600 ഇവിടെ അടുത്ത് റേറ്റ് വരുന്നത്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലോ പ്രൊട്ടക്ഷൻ മോഡ്, അതുപോലെ തന്നെ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സേഫാണ്. ഇതിൽ ചെറിയതായിട്ട് എന്തെങ്കിലും ഒരു മൈന്യൂട്ട് പ്രോബ്ലം ഉണ്ടാവുക, കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും ഇത് പെട്ടെന്ന് പോകില്ല. നമ്മളെ മദർ ബോർഡിലേക്ക് ബാധിക്കുക, മദർ ബോർഡ് കംപ്ലൈൻ്റ് ആകുക, SMBS ഓവർ വോൾട്ടേജ് വരിക, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് വന്നു കഴിഞ്ഞാൽ ബ്രാൻഡഡ് SMBS ഇതാണ്. പണി മുടക്കി കഴിഞ്ഞാലാണ് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമുക്കൊരു മൂലയിൽ ഇങ്ങനെ വർഷങ്ങളോളം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ബ്രാൻഡഡ് CPU നമ്മളെ സാധാരണ CPU തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്കതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. മിക്കവാറും സ്വിച്ചിങ് IC പോകാൻ ചാൻസ് ഉണ്ട്. പവർ ഭാഗത്തേക്ക് വരുന്ന സ്വിച്ചിങ് IC ആവും ഇത് കംപ്ലൈൻറ്റ് വരാറ് മിക്കതും ഈ ബ്രാൻഡഡ് CPUൻ്റെ. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ജമ്പർ കൊടുത്ത് ഷോർട്ട് ചെയ്യാറാണ് സാധാരണ. കാരണം കമ്പോണൻറ്റ് വാങ്ങിക്കാൻ കിട്ടില്ല. ഫ്യൂസിബിൾ റെസിസ്റ്റർ ഉണ്ടാവും, അത് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ബോർഡ് പുറത്തെടുക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 6 മാസം കൂടുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ CPU ഒരു ബ്രഷ് എടുത്തിട്ട് ഡസ്റ്റ് തട്ടിക്കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നത്. അതേപോലെ നിങ്ങളുടെ SMBS ഇതേപോലെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടാൻ ചാൻസ് ഉണ്ട്. CPU നമ്മളിതുപോലെ തട്ടുമ്പോൾ നമ്മൾ SMBS സാധാരണ ആരും ചെയ്യാറില്ല. അതും നല്ലതാണ്. കാരണം ഈ ഫാനിൻ്റെ അകത്തൊക്കെ ഡസ്റ്റ് അടിഞ്ഞു കഴിഞ്ഞാൽ എയർ സർക്കുലേഷൻ കമ്മിയാവും. അപ്പോഴൊക്കെ നമുക്ക് SMBS അതൊരിക്കലും നമുക്ക് ദോഷം ചെയ്യില്ല, ഗുണം ചെയ്യുള്ളൂ. നിങ്ങൾക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടെക്നീഷ്യനെ കാണിക്കുക. ഒരു 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കമ്പ്യൂട്ടർ ഷോപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരു ബ്ലോവർ അടിച്ച് തരും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ബ്ലോവർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബൈക്കിലൊക്കെ പഞ്ചർ അടക്കണോടത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് CPUൻ്റെ സൈഡ് ഡോറും തുറന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് SMBSൻ്റെ ഇതിലൊന്ന് നല്ല ഫോഴ്സിലൊന്ന് എയർ അടിക്കാൻ പറഞ്ഞാൽ മതി. അതും ക്ലിയർ. ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. അതൊക്കെ നമുക്ക് നല്ലതാണ്. അതൊക്കെ എപ്പോഴും ചെയ്യണത് നല്ലതാണ്. ഒരു 6 മാസം കൂടുമ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ചെയ്യുക. ഇതിൻ്റെ അകത്തൊക്കെ എത്രത്തോളം ഡസ്റ്റ് അടിഞ്ഞ് കിടന്നായിരുന്നു അറിയാം ഈ ഫാനിൻ്റെ അകത്തൊക്കെ.
അപ്പോൾ നമ്മളെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒരു പ്രോബ്ലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് റെക്ടിഫൈ ചെയ്തതിന് ശേഷം ബാക്കി ഷോർട്ടോ കാര്യങ്ങളോ ഉണ്ടോ നോക്കണം. ഞാൻ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് രണ്ടാമത് വന്നിട്ടാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്. ഈ ഭാഗത്ത് സ്വിച്ചിങ് കണക്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് 5 വോൾട്ട് വരണം. അപ്പോൾ നമുക്ക് പ്രൈമറി സെക്ഷന് പ്രോബ്ലം ഉണ്ടോ ഇല്ല എന്ന് അറിയുന്നതിൻ്റെ മുന്നേ നമുക്ക് സെക്കൻഡറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്ക് ഒന്ന് നോക്കാം. നമുക്കിപ്പോൾ ഈ ഭാഗത്ത് പിന്നെ നെഗറ്റീവ് ടെർമിനൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ നമുക്ക് DC വരേണ്ടതാണ്. നമ്മൾ 20 വോൾട്ടിൽ ഇട്ടിട്ടുണ്ട്, ഒരു വോൾട്ടും കാണിക്കണില്ല. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്കൊന്ന് നോക്കി നോക്കാം എന്താ പ്രോബ്ലം എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരു ബേണായിട്ട് കാണാനുള്ളത് ഇപ്പോൾ ഒരു ഫ്യൂസബിൾ രജിസ്റ്ററാണ്. ഇത് നമുക്ക് 1 ohmൻ്റെയാണ്. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജമ്പർ ഇട്ട് കൊടുക്കുക. പക്ഷേ അത് നല്ലതല്ല. ഒരു 2 ആംപിയറിൻ്റെ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഒരു 2 ആംപിയറിൻ്റെ ഒരു ഫ്യൂസ് കൊടുക്കണതാവും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂസബിൾ രജിസ്റ്റർ നമുക്ക് സാധാരണ നമുക്ക് CFL അതുപോലെ തന്നെ ഏതെങ്കിലും ബോർഡിലൊക്കെ ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ഈ ഒരു ബോർഡിൽ നിന്ന് പിന്നെ ഒരു രജിസ്റ്റർ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രജിസ്റ്റർ ഇത് ഫ്യൂസബിൾ രജിസ്റ്ററാണ്. അപ്പോൾ ഇത് വെക്കാവും നമുക്ക് നല്ലത്. അപ്പോൾ നമുക്ക് ഇതതിൽ ഫിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഓണാക്കി നോക്കി നോക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ കുളി കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു. ഇതിൻ്റെ ഇടയിൽ നമ്മളിത് പവർ സപ്ലൈയുടെ പ്രോബ്ലം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല റിസ്ക്കാണ്. അത് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് 5 വോൾട്ട് സാധാരണ സ്വിച്ചിങ് ഇല്ലാതെ 5 വോൾട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തേക്ക് നമുക്ക് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ബേണായത് ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ്, അതായത് സെക്കൻഡറി ഭാഗത്ത് വേറെ എന്തെങ്കിലും ഷോർട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജമ്പർ ഇട്ട് കൊടുക്കരുത്. നമ്മൾ ആദ്യം ഒരു ഫ്യൂസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഓക്കെ ആണെങ്കിൽ പിന്നെ ജമ്പർ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പിന്നെയും ബേണാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ CPUൻ്റെ പിന്നെ പവർ സപ്ലൈ ബോർഡ് റീപ്ലേസ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ് വരുന്നത്. കാരണം പ്രോബ്ലം ഞാനൊരു പിന്നെ ഫ്യൂസബിൾ രജിസ്റ്റർ ഞാൻ അതിൽ ബേണായി കടന്നിരുന്നു. അത് മാറ്റി അതിന് ശേഷം ഒരു 2 ആമ്പിൻ്റെ ഞാനൊരു ഫ്യൂസ് കൊടുത്തു, അതും ബേണാവുകയാണ്. പ്രൈമറി സെക്ഷൻ ഷോർട്ടായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് നമുക്ക് റെക്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ സെയിം ബോർഡ് തന്നെ വേണം. ഇതിലുള്ള ഓരോ കമ്പോണൻറ്റും കറക്റ്റ് വാല്യൂ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യണം. നമുക്ക് മറ്റുള്ള ബോർഡിൽ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. കാരണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്യൂസ് ബേണായി പോയിരുന്നൊരു പ്രോബ്ലമാണ് കാണുന്നത്. അതുപോലെ തന്നെ സെക്കൻഡറി സെക്ഷനിൽ നമുക്ക് പിന്നെ ഒരു ട്യൂണർ SMD ബോർഡ് വരുന്നുണ്ട്. ഇത് സാധാരണ നമുക്ക് വേറൊരു പിന്നെ എടുത്ത് കംപ്ലീറ്റ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് അത് ബോർഡിൽ തന്നെ ഫിക്സ് ചെയ്ത രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ട്രാൻസിസ്റ്റർ ഒരു പിന്നെ പ്രോഗ്രാം IC കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, ടൈമിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമുക്കിതിൽ പിന്നെ റെജിസ്റ്ററും കാര്യങ്ങളും നമ്മൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇൻകേസ് അത് ഹീറ്റാവുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ അത്രയും സെക്യൂരിറ്റി വെച്ചിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ബോർഡ് മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്നുമില്ലെങ്കിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കമ്പോണൻറ്റുകൾ കിട്ടണം. നമുക്ക് ചെറിയ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ കപ്പാസിറ്റർ അതുപോലെ തന്നെ അതിലത്തെ മോസ്ഫെറ്റ് കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് മാറ്റിയിടാം. അതല്ലാതെ നമുക്ക് ഇതിൽ വരുന്ന ഓരോ വാല്യുബിളായിട്ടുള്ള ഓരോ കമ്പോണൻറ്റുകളും നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒരു ബോർഡ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളത് കിട്ടണം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ബോർഡ് സർവീസ് ചെയ്തെടുക്കാൻ പാടാണ്. അപ്പോൾ നമുക്ക് ഇതിലെ കണക്ടറും കേബിളും ഒക്കെ നമുക്ക് പുറത്തെടുത്തിട്ട് നമുക്ക് വേറൊരു SMPS കണക്ട് ചെയ്തിട്ട് നമുക്കതെങ്ങനെ CPU വർക്ക് ചെയ്യിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ട്, കസ്റ്റമറുടെ സമ്മതപ്രകാരം തന്നെയാണ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ പിന്നെ നമുക്കിത് ഓൺലൈനിൽ വരുത്തി ശരിയാക്കി കൊടുക്കാം. കാരണം 1800 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഈ ഒരു പവർ സപ്ലൈക്ക് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിത് എന്തായാലും
ഇതിൽ കാഴ്ചക്ക് നമുക്ക് കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്കുള്ളത് എന്താ പ്രോബ്ലം എന്നുള്ളത് ഒരിക്കലും മറ്റുള്ള ബോർഡുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബേണായിട്ടോ അല്ലെങ്കിൽ അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേബിൾസുകളൊക്കെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുകയാണ്. റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സാധാ ATX SMPS കണക്ഷൻ എങ്ങനെ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ കസ്റ്റമറോട് പറഞ്ഞപ്പോൾ കസ്റ്റമർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മൾ കസ്റ്റമറുടെ സമ്മതം കൂടി നോക്കും. അല്ലെങ്കിൽ മിക്ക കസ്റ്റമേഴ്സും നമ്മളോട് പറയാറ് ഇത് ഓൺലൈനായിട്ട് വരുത്താനാണ് പറയാം. കാരണം ബ്രാൻഡഡ് CPU ഉപയോഗിക്കുന്ന ആളുകൾ ആ ഒരു മെയിൻറ്റെയിൻ കീപ്പ് ചെയ്തും കൊണ്ടേയിരിക്കും. എന്തായാലും ഇതുപോലുള്ള ബോർഡുകളൊക്കെ നമുക്ക് അപൂർവമാണ് വരിക. കാരണം നമ്മൾ സ്ക്രാപ്പിൽ നമുക്ക് ATX ക്യാബിന് പിന്നെ SMPSകൾ നമ്മളത് ധാരാളം ഉണ്ടാകും എല്ലാ ടൈപ്പും. പക്ഷേ ഇതുപോലുള്ള SMPSകൾ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ലെയറാണ് ഇതുപോലത്തെ ബ്രാൻഡഡ് വരിക. കൂടുതലും ഡെല്ല് കൂടുതലും വരാറുണ്ട്. ലെനോവോ അങ്ങനെ അപൂർവമാണ് വരാറ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കേബിൾസുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്തെടുക്കുക. അതിൽ കേബിൾ നമുക്ക് പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നുമല്ല. നമുക്ക് ഇതിൽ തന്നെ നമുക്ക് പിന്നെ എല്ലാ CPU-ലും വരുന്ന മദർ ബോർഡിലും വരുന്ന അതേ പവറും കാര്യങ്ങളും തന്നെ വരിക. ഈ യെല്ലോ കളർ വരുന്നത് 12 വോൾട്ടാണ്. കാരണം ഇവിടെ യെല്ലോ കേബിൾ കംപ്ലീറ്റ് ഒരൊറ്റ പോർഷനിലാണ് ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് വരുന്നത് നമുക്ക് ബ്ലാക്ക്, അത് കണ്ടോ എല്ലാം ഒന്നിച്ചിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ഗ്രീന് വരുന്നത് നമുക്ക് പവർ സ്വിച്ചാണ്. പിന്നെ ബ്ലൂ വരുന്നത് 12 വോൾട്ട് നെഗറ്റീവാണ്. പിന്നെ വയലറ്റ് വരുന്നത് നമുക്ക് 5 വോൾട്ടാണ്. പിന്നെ പവർ ഫാക്റ്റാണ് ഗ്രേ വരുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം നമുക്ക് സാധാരണ ATX SMPSലും വരുന്നതാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഈ SMPSനെ ശരിയാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയതിന് ശേഷം ഇപ്പോൾ കുളി കഴിഞ്ഞു, ഭക്ഷണം കഴിച്ച് പിന്നെ രണ്ടാമതാണ് ഇത് ഇരുന്നിക്കുന്നത്. ഞാൻ ആദ്യം കുറേ നേരം നോക്കിയത് അങ്ങനെ കണ്ടുപിടിച്ച് വരണമെങ്കിൽ പാടാണ്. കാരണം ഓരോ ഭാഗത്തും നമ്മൾ ചെയ്ത് വരുന്ന സമയത്ത് ഫ്യൂസ് ബേണായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കസ്റ്റമർക്ക് അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന സമയത്ത് പിന്നെയും റിട്ടേൺ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പിന്നെ മൈക്രോ ചിപ്പ് വരുന്ന ഒരു പിന്നെ SMD ബോർഡാണ്. ഇത് ടൈമിംഗ് ആണ്. ഇതൊന്നും ഇപ്പോൾ ഇതുപോലുള്ള ബ്രാൻഡഡ് SMPSലാണ് കണ്ടുവരാറുള്ളത്. അപ്പോൾ ഇതൊക്കെ പ്രോബ്ലം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമുക്കിതൊന്ന് സർവീസ് ചെയ്തെടുക്കാൻ പാടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു SMPSൻ്റെ കേബിൾസ് മാത്രമേ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ നമ്മളതിൽ ഇതിൻ്റെ കേബിൾസൊക്കെ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ SMPS വെച്ചിട്ട് നമുക്കിതെങ്ങനെ വർക്ക് ചെയ്യിക്കാൻ നോക്കാം. ഇതുപോലുള്ള വർക്കിനോട് എനിക്കും താല്പര്യമില്ല. നമുക്ക് മിക്കവാറും എനിക്ക് പിന്നെ ഇതുപോലത്തെ SMPS ശരിയാക്കി എടുക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം ശരിക്കും പറഞ്ഞാൽ 3 മണിക്കൂറോളം ഞാൻ പതുമ ടൈമിങ് വെറുതെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ശരിയാക്കാൻ കഴിഞ്ഞില്ല. കാരണം പവർ വരുന്നത് ബോർഡ് അല്ല പവർ വരുന്നുണ്ട്, പിന്നെ ഓൺ ആവുന്നുണ്ട്. പക്ഷേ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഫ്യൂസ് ബേണാകുകയാണ്, ഹീറ്റായിക്കൊണ്ടിരിക്കുകയാണ്. മദർ ബോർഡിൽ വരുന്ന ആകെ ഈ 2 കണക്ടറാണ് വരുന്നത്. ഇതുപോലുള്ള ഒരു SMPS എന്നാണ് ഇപ്പോൾ നമ്മളിനി ഈ ഒരു കണക്ട് ചെയ്തിട്ട് നമ്മളുടെ CPU-യിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ SMPS ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് അത്യാവശ്യം ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പൊടി തട്ടി വരട്ടെ. അപ്പോൾ ഗായ്സ് ഈ ഒരു SMPS ഞാൻ പൊടി തട്ടാൻ വേണ്ടി പുറത്ത് പോയപ്പോഴാണ് ഇതിൻ്റെ കുറച്ച് പ്രോബ്ലങ്ങൾ കണ്ടത്. ഇത് ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്ന SMPS തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ ഒരു കാര്യത്തിന് നമുക്ക് ഈ ഒരു SMPS യൂസ് ചെയ്യാതിരിക്കാവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മൊത്തം ബോർഡ് കാര്യങ്ങളൊക്കെ ഫംഗസും കാര്യങ്ങളൊക്കെ വന്നിട്ട് മൊത്തത്തിൽ ബോർഡ് റീസോൾഡർ അടിക്കേണ്ട ഒരു കണ്ടീഷനാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു SMPS ഇപ്പോൾ ഇതിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിയുമ്പോൾ കസ്റ്റമർക്ക് പിന്നെയും ബുദ്ധിമുട്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ SMPS നമുക്ക് ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലിയർ ആക്കി ഒക്കെ സെറ്റാക്കി വെക്കുന്ന സമയത്ത് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെയും കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം മൊത്തം ബോർഡിൽ ഡ്രൈ ആയിട്ടാണ് സോൾഡറിങ്ങും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. മൊത്തം റീസോൾഡർ അടിക്കേണ്ട ഒരു ടൈപ്പായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വേറൊരു SMPS നോക്കാം. ഇന്നത്തെ വർക്ക് മൊത്തത്തിൽ എന്തോ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞ പോലെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു SMPS ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇത് നമുക്ക് സാധാരണ നമുക്ക് CPU-യിൽ കൊടുക്കുന്ന രീതിയിൽ തന്നെ കൊടുക്കുക.
കാരണം ഇത് നമ്മൾ നല്ലൊരു SMPS നോക്കിയിട്ട് അടുത്തത് ഏതാ നോക്കട്ടെ. ഞാൻ എന്തായാലും വീഡിയോ പൗസ് ചെയ്യട്ടെ, വെറുതെ കുറേ വീഡിയോ ലെങ്ത്ത് കൂടാന്നുള്ളൂ. അങ്ങനെ മാറ്റിയിട്ട് പിന്നെ ഞാൻ വേറൊരു SMPS എടുത്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത് വരുന്ന SMPSകളൊക്കെ പിന്നെ ബ്രാൻഡഡ് SMPSകൾ തന്നെ ആവട്ടെ, നമ്മളെ ഈ ചാത്ത SMPS ഒന്നും നമ്മളെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ SMPS ഫിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് അകത്ത് എന്താ എന്നുള്ളത് നമുക്കത് ഓപ്പൺ ആക്കിയാലേ അറിയുള്ളൂ. കാരണം ഏത് SMPS ആണെങ്കിലും ഞാൻ CPU ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മളത് ഊരിയതിന് ശേഷം ഇതൊക്കെ അപ്പോൾ ഓരോ CPU നിന്ന് ഊരി വരികയാണ്. നമുക്ക് ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെ നോക്കാം. എന്നാലും ഇന്നത്തോടെ നമുക്കിത് ഈ വർക്ക് ഫിനിഷ് ചെയ്യണം. പിന്നെ അത് നാളെ ആക്കൽ നടക്കില്ല, കാരണം ഇത് മൊത്തം ഇവിടെ പരന്ന് കിടക്കുക അതിൻ്റെ കംപ്ലീറ്റ്. ഈ SMPS പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇത് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് വല്ലാതെ ഡസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിൽ സൂട്ടബിൾ ആക്കാൻ പറ്റുമോ നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ഇതാണ് ഇപ്പോൾ നമ്മളിതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ പോണത്. ഇത് കട്ട് ചെയ്യാൻ തന്നെ തീരുമാനിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പുറത്ത് സോൾഡർ ചെയ്യുമ്പോഴേ ബുദ്ധിമുട്ടാണ്. അത് എന്തായാലും നമുക്കത് ATX ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഒരു കണക്ടർ അതിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യണില്ല. ഇത് നമുക്ക് പിന്നെ 4 പിന്ന് കൊടുക്കാനും അതുപോലെ തന്നെ ആ ഡിസ്ക്ക് കൊടുക്കാനുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി നമുക്ക് ഈ ഒരു SMPSൽ നമുക്ക് ആ ഡിസ്ക് കൊടുക്കാനൊന്നുമില്ല, നമുക്ക് മദർ ബോർഡിൽ തന്നെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനുള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊന്നും കട്ട് ചെയ്യണില്ല. അപ്പോൾ നമുക്കിതിൻ്റെ കണക്ഷൻ എങ്ങനെയൊക്കെയാണ് നോക്കാം. വയറുകൾ തമ്മിൽ പരസ്പരം മാറാതെ നോക്കണേ. എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നാൽ മദർ ബോർഡ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും വയറുകളും മതി. നമുക്ക് അടുത്തത് ബ്ലൂ ആണ്. ബ്ലൂ നമുക്ക് വരുന്നത് 12 വോൾട്ട് നെഗറ്റീവാണ് വരുന്നത്. അപ്പോൾ അത് വേണ്ടതാണ്. അതിന് ശേഷം നമുക്ക് PG വയർ, അതായത് ഗ്രേ കളർ വരുന്നത്, ഇതും നമുക്ക് നിർബന്ധമാണ്. പിന്നെ അടുത്തത് വേണ്ടത് നമുക്ക് സ്വിച്ചിങ്ങിന്, അത് നമുക്ക് ഗ്രീന്, ഇതും നിർബന്ധമാണ്. അടുത്തത് വയലറ്റ്, പിന്നെ 5 വോൾട്ട്. 5 വോൾട്ട് നമുക്ക് അതിൽ ഈ റെഡ് വരുന്നതൊക്കെ നമുക്ക് 5 വോൾട്ടാണ് കേട്ടോ. പക്ഷേ നമുക്ക് നമ്മളെ മദർ ബോർഡിലേക്ക് ആ ഒരു 5 വോൾട്ടിൻ്റെ സെക്ഷനിലേക്ക് മദർ ബോർഡിൽ പിന്നെ റെക്ടിഫൈ ചെയ്തിട്ടാണ് പിന്നെ 5 വോൾട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റെഡിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സാധാരണ മദർ ബോർഡിലൊക്കെ നമുക്ക് 5 വോൾട്ട് നമുക്ക് SMPS തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിന്നെ കണക്ടറിൽ. ഇപ്പോൾ നമുക്ക് 5 വോൾട്ട് വരുന്നുണ്ട്, പിന്നെ 14 വോൾട്ട് വരുന്നുണ്ട്, പിന്നെ 3 വോൾട്ട് വരുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ഈ ഒരു പിന്നിൽ വരുന്നില്ല. ഈ ഒരു പിന്നിൽ നമുക്ക് നമ്മളെ പിന്നെ ലെനോവോയുടെ മദർ ബോർഡിക്ക് വരുന്നത് 12 വോൾട്ട്, അതുപോലെ തന്നെ 5 വോൾട്ട്,
മാത്രമുള്ളൂ വരുന്നത്. ബാക്കി നമുക്ക് 5 വോൾട്ട് നമുക്ക് പിന്നെ അതിൻ്റെ അകത്തുനിന്ന് മദർ ബോർഡിൽ നിന്നാണ് പിന്നെ ആ ഡിസ്കിലേക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഓറഞ്ച് കളറ് അതുപോലെ തന്നെ റെഡ് കളറ് കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ യെല്ലോ കേബിള് രണ്ടും പാടെ ഷോർട്ട് ചെയ്യാണ്. ഇത് 12 വോൾട്ടാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് ഞാൻ 2 എണ്ണം എടുക്കണം, കൂടുതലൊന്നുമല്ല. 3 എണ്ണം ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ 3 എണ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും മതി. ഇതിപ്പോൾ നമ്മളെ മദർ ബോർഡിലത്തെ പഴയ പിന്നെ P4 ആണ്. ഇത് നമുക്ക് ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യണത് ഇപ്പോൾ ഈ ഒരു കേബിളാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സോൾഡർ ചെയ്യുന്ന പോർഷനിലൊക്കെ നമ്മൾ പേസ്റ്റ് അപ്ലൈ ചെയ്യുക. പേസ്റ്റ് അപ്ലൈ ചെയ്യൽ നിർബന്ധമാണ് കേട്ടോ. കാരണം സോൾഡറിങ്ങിന് മാത്രം അല്ല, നമ്മളെ സോൾഡറിങ് പ്രോപ്പറായിട്ട് അത് ലെഡ് മെൽറ്റായിട്ട് അതിൽ യോജിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കേബിൾ കൊടുക്കുന്ന സമയത്ത് മാറിപ്പോവുകയോ ചെയ്യരുത്. മാറിപ്പോയി കഴിഞ്ഞാൽ മദർ ബോർഡ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ 12 വോൾട്ട് ഞാനിവിടെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് ഈ ഭാഗത്തും സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ ബ്ലൂ, വയലറ്റ്, അതുപോലെ തന്നെ പിന്നെ ഗ്രേ, ഗ്രീന് ഇതൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഇനി ഒന്ന് ടാപ്പ് ചുറ്റാം. ഇതുപോലെ ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ഡെല്ലിൻ്റെ ബ്രാൻഡഡ് CPU, ബെഡ് ടൈപ്പ് CPU, അതുപോലെ തന്നെ ഇതുപോലുള്ള പിന്നെ ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ ലെനോവോടെ അത് ആദ്യമായിട്ടാണ് ചെയ്യണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഒരേ കോമൺ ആയിട്ടുള്ള ഒരേ കണക്ഷനും കാര്യങ്ങളാണ്. അത് നമുക്കൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഒരു 12 വോൾട്ട് സാധാരണ നമുക്ക് ഡെല്ലിലൊക്കെ വരാറുള്ളത് 3 വോൾട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ 12 വോൾട്ട് 5 വോൾട്ടൊക്കെ വരാറുണ്ട്. ഇത് നമുക്ക് 5 വോൾട്ട് നമുക്ക് കൂടുതൽ നമുക്ക് മദർ ബോർഡിലേക്ക് വരുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ലെനോവോടെ. കാരണം 5 വോൾട്ട് നമുക്ക് അതിൽ മദർ ബോർഡിൽ നിന്നാണ് പിന്നെ നമുക്ക് SMPSലേക്ക് അല്ല പിന്നെ ആ ഡിസ്കിലേക്ക് SSD ആണെങ്കിൽ അത് ഡ്രൈവിലേക്കൊക്കെ നമുക്ക് മദർ ബോർഡിൽ നിന്നാണ് കൊടുക്കുന്നത്. അതിപ്പോൾ അത് എങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ ആവശ്യമില്ല. ഇത് പിന്നെ ഇത് നമുക്ക് ഓൾറെഡി മദർ ബോർഡ് തന്നെ വരുന്നുണ്ട്. പിന്നെ ആ ഡിസ്കിൽ കൊടുക്കാനുള്ളതും ഡ്രൈവിൽ കൊടുക്കാനുള്ളതും. അപ്പോൾ നമ്മളിത് എക്സ്ട്രാ ഇവിടെ വന്നത് കാരണം ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യാതെ ഇട്ടതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാ കേബിളും കൂടി ഒന്നും കൂടി ടാപ്പ് ചെയ്തിടാം. ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ഒന്നും കൂടി ടാപ്പ് ചെയ്യണം കേട്ടോ. അത് നമ്മൾ സാധാരണ ഇങ്ങനെ നമ്മളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ എല്ലാം പാടെ കൂടിയിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒന്നും കൂടി ടാപ്പ് ചെയ്യണം. ആദ്യം നമുക്കത് വർക്കിങ്ങൊക്കെ ഓക്കെ ആണോ, ബോർഡിൽ CPU വെച്ചതിന് ശേഷം ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ നോക്കാണ്ട്. ഇതാണ് ഈ ഗ്രീനാണ് SMPSൻ്റെ ഓൺ ഓഫ്. അത് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മദർ ബോർഡിൽ പവർ ഓൺ ആയി കഴിഞ്ഞാൽ ഓൺ ആവാൻ ചാൻസ് ഇല്ല. SMPSൻ്റെ പവർ ഓൺ സ്വിച്ച് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു കേബിളാണ്, ഈ ഒരു ഗ്രീൻ കളറ്.
അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, വർക്കിങ്ങൊക്കെ കറക്റ്റാണോ. അപ്പോൾ നമ്മൾ കേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്, എല്ലാം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു കേബിളിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ലാസ്റ്റ് ഇവിടേക്ക് ടാപ്പ് ഇതിടാണ്ട് ഇതിലൊക്കെ പവർ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗം ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് SMPS വർക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്കിതൊക്കെ ലാസ്റ്റ് ഒന്ന് മൊത്തത്തിൽ ഒന്ന് ടാപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. നമുക്കതിൻ്റെ പവർ ഒന്ന് ഓണാക്കി നോക്കാം. ഞാൻ SMPSൻ്റെ പവർ ഓൺ ചെയ്യാൻ പോവാണ്. SMPSൻ്റെ ഫാന് വർക്ക് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. മെയിനായിട്ട് നമുക്കത് വീഡിയോയിൽ ഉൾപ്പെടുത്താം, അതാണ് ഉദ്ദേശം, അതാണ് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ SMPSൻ്റെ പവർ ഓൺ ആക്കാൻ പോവാണ്. ഇനി ഞാൻ നമ്മളുടെ SMPSൻ്റെ പവർ ഓൺ സ്വിച്ച് എന്ന് പറഞ്ഞത് നമ്മളെ ഈ ഗ്രീനും ഈ ഒരു ബ്ലാക്കുമാണ്. അപ്പോൾ ഞാനിത് ഷോർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കിവിടെ ഫാന് വർക്ക് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് SMPS ഓണായി. അപ്പോൾ നമുക്ക് ഫാന് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, SMPS ഓണാണ്. ഇനി നമുക്കത് CPU-ൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഓണാക്കി വെക്കാം. ആദ്യം നമുക്ക് ഈ വയലറ്റ് കളറിൽ നമുക്ക് 5 വോൾട്ട് വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഞാനിവിടെ അത് ഷോർട്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്ട് ചെയ്ത് വെക്കാൻ പോവാണ്. SMPS വർക്കിംഗ് ആണ്. ഞാൻ മീറ്റർ എടുത്തിട്ട് വോൾട്ടും കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മീറ്റർ ഞാൻ 20-ൽ ഇട്ടിട്ടുണ്ട്. മീറ്റർ കാണണ്ടാവുമെന്ന് വിചാരിക്കണു. അപ്പോൾ നമുക്ക് ആദ്യം 12 വോൾട്ട് ഓക്കെ ആണോ നോക്കാം. ബ്ലാക്ക് നമുക്ക് ഇതിൽ തന്നെ കൊടുക്കാം. അപ്പോൾ നമുക്ക് യെല്ലോ പോർഷനിൽ നമുക്ക് 12 വോൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി വയലറ്റിൽ നമുക്ക് 5 വോൾട്ട് വരുന്നുണ്ടോ നോക്കാം. വയലറ്റ് കളർ വരുന്നത് 1, 2, 3, 4-മത്തെ പിന്നാണ്, ഇതാണ്. അപ്പോൾ നെഗറ്റീവ് ഞാൻ ഇവിടെ തന്നെ കൊടുത്തു. അപ്പോൾ 5 വോൾട്ടും കറക്റ്റാണ്. അപ്പോൾ നമ്മൾ SMPSൻ്റെ ഭാഗം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മദർ ബോർഡ് CPU-യിൽ വെച്ചിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നറിയാം. അതിൻ്റെ മുമ്പ് ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കേബിൾസൊക്കെ നമുക്കൊന്ന് ടാപ്പ് ചെയ്തിടാം. കാരണം ഷോർട്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കേസ് അടക്കുന്ന സമയത്ത് ഒരു ബ്ലാക്ക് കളർ നമ്മൾ ടാപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് ബാക്കിയുള്ള കളറുകളൊക്കെ നമ്മൾ എന്തായാലും ടാപ്പ് ചെയ്യണം. ശരിക്കും നമ്മൾ ആ കേബിൾ കട്ട് ചെയ്തത് ഒന്നും കൂടെ ലെങ്ത്ത് കൂട്ടി കട്ട് ചെയ്യായിരുന്നു. അതിപ്പോൾ നമ്മൾ ആ ഒരു കേസ് അടക്കുന്ന സമയത്ത് ടച്ചാവാൻ ചാൻസ് ഉള്ള രീതിയിലാണ് കട്ട് ചെയ്തത്. ഇത്രയും മതി. നമ്മൾ ബ്ലാക്ക് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഓൾറെഡി നമുക്ക് ഈ ബോഡിയിലൊക്കെ നമുക്കത് ഗ്രൗണ്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ടച്ചായാലും പ്രോബ്ലം അല്ല.
അപ്പോൾ നമുക്ക് SMPSൻ്റെ സ്ക്രൂ ഇടുന്നതിൻ്റെ മുന്നേ നമുക്കൊന്ന് പവറൊക്കെ ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് P4 SMPSൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ഈ SMPSൽ നമുക്ക് ആ ഡിസ്കിലേക്ക് കൊടുക്കാനുള്ള കണക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് മദർ ബോർഡിലാണ് 5 വോൾട്ട് അതുപോലെ തന്നെ SSDക്കും ആ ഡിസ്കിലേക്കും ഡ്രൈവിലേക്കും കൊടുക്കാനുള്ള കണക്ഷൻ, ഇത് ഈ ഒരു കണക്ഷൻ വന്നിട്ടുള്ളത് SMPSൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ ഉള്ളത് ഈ SMPSൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതും വേണമെങ്കിൽ യൂസ് ചെയ്യുക. ഡിസ്കിലേക്കും ഡ്രൈവിലേക്കും SSDക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേബിൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇത് മദർ ബോർഡിൽ തന്നെയാണ് ഇതിൻ്റെ പവർ വന്നിട്ടുള്ളത്. സാധാരണ നമ്മളെ ATX SMPSൽ നമുക്ക് ഡിസ്കിലേക്ക് കൊടുക്കാനുള്ളതും പിന്നെ ഡ്രൈവിലേക്ക് കൊടുക്കാനുള്ളതൊക്കെ അതിൽ തന്നെ വരാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ലെനോവോയുടെ ബ്രാൻഡിൽ SMPSൽ ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല, നമുക്ക് മദർ ബോർഡിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ്ട്രാ രണ്ടെണ്ണം അല്ല 3 എണ്ണം ഉണ്ട് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടില്ല, അത് നമ്മൾ സോൾഡർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിലുള്ളത് തന്നെയാണ് 12 വോൾട്ടാണ്. അപ്പോൾ സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പവർ ഒന്ന് ഓണാക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഫൈനലായിട്ട് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. SMPSലേക്കുള്ള പവർ കൊടുക്കുകയാണ്. SMPSൻ്റെ പവർ ഓൺ ആയിട്ടുണ്ട്. ഞാൻ CPU-ൻ്റെ പവർ ഓൺ ചെയ്യുകയാണ്. CPU ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു SMPSലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ എടുത്തുക്കണോ അല്ലേ എന്നൊന്നും അറിയാം. കീബോർഡിൽ നമുക്ക് ഡിസ്പ്ലേ വന്നതായിട്ട് കാണുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഇനി ആ ഡിസ്ക് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് മോണിറ്ററിലൊന്ന് കൊടുത്തിട്ട് ലാസ്റ്റ് ഫൈനലായിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് SMPSൻ്റെ സ്ക്രൂ കാര്യങ്ങളൊക്കെ ഇടാം. SMPSൻ്റെ സ്ക്രൂ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് വർക്ക് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിലുണ്ടായിരുന്ന SMPS നമുക്ക് സർവീസ് എടുക്കാൻ ബുദ്ധിമുട്ടായത് കാരണമാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്തത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ വരുത്താം. അത് നമുക്ക് റേറ്റ് ഉണ്ട്. ഞാനത് ഓൺലൈനിൽ നോക്കുന്ന സമയത്ത് 1800 രൂപയാണ് വരുന്നത്. അത്യാവശ്യം നല്ല CPU ആണ് ഇത് നമുക്ക് വരുന്നത്. HDMI ഔട്ട് അതുപോലെ തന്നെ 4th ജനറേഷനാണ് വരുന്നത്. i5 ആണ്. വർക്ക് ഏറെക്കുറെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു വർക്ക് തുടങ്ങിയിട്ട് 11 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പോൾ ശരിക്കും സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7:50 അപ്പോൾ ഞാൻ ഇന്ന് കരുതി ഞാൻ ഫുൾ ടൈം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വർക്കും വരെ ആയിരുന്നില്ല. നമ്മളുടെ കുളി, ഭക്ഷണം കഴി, ബാക്കി പള്ളിപ്പോക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വന്ന് ഓരോന്നോരോന്ന് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ സമയത്. അപ്പോൾ നമുക്ക് ഇതിലുണ്ടായിരുന്ന ആ ഡിസ്ക് ഇതായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ നോക്കാം. ഇപ്പോൾ ഞാൻ ആ ഡിസ്കിലേക്കുള്ള കണക്ഷൻ കൊടുക്കുന്ന കേബിൾ ഇതാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിലുള്ളത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതാണ് കൊടുക്കുന്നത്. ലെനോവോ ലോഗോ വന്നു. അപ്പോൾ നമ്മുടെ വർക്ക് ഒരു 95 എന്നല്ല 100% എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ നോക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ ഇതുമ്പോൾ ഇന്ന് ഫുൾ ടൈം ഇരുന്നു. സാധാരണ ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല. നമ്മൾ SMPS കംപ്ലൈൻ്റ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പതുക്കനെ ശരിയാക്കലാണ്. ഇതിപ്പോൾ അവർക്ക് നാളെ തന്നെ ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. സാധാരണ നമുക്ക് ആ SMPS തന്നെ സർവീസ് ചെയ്തെടുക്കാറുണ്ട് ഞാനത്. അത് 2-3 മണിക്കൂറോളം അതുമ്പോൾ പോയതിന് ശേഷം പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പിന്നെ അത് ശരിയാക്കേണ്ട ഇൻട്രസ്റ്റ്. നമുക്ക് അതുമ്പോൾ വെറുതെ കുറേ സമയം കളഞ്ഞു എന്നല്ലാതെ കാര്യമില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ നമ്മളെ സിസ്റ്റം പക്കയായിട്ട് വർക്കായിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മളെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 11 മണിക്കാണ് തുടങ്ങിയത്. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് രാത്രി 8:10 ആയിട്ടുണ്ട്. ഇന്ന് ഫുൾ ടൈം ഞാൻ ഈ ഒരു CPU തന്നെ ആയിരുന്നു. പക്ഷേ എന്ന് കരുതിയിട്ട് ഫുള്ള് ഇതുമ്പോൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ടൈം പോയി നല്ല ഉദ്ദേശമായിട്ടോ. ഞാൻ ഭക്ഷണം കഴിക്കൽ, പള്ളിയിൽ പോക്ക്, ബാക്കിയുള്ള കുളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഇതുപോലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇതുപോലെ നമ്മളെ ബ്രാൻഡഡ് CPU-ലൊക്കെ വരുന്ന SMPSകളൊക്കെ സാധാരണ പോയി കഴിഞ്ഞാൽ ആളുകൾ ചില സർവീസ് സെൻ്ററിലുള്ള ആളുകൾ ചിലപ്പോൾ അത് ശരിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് CPU തന്നെ ഒഴിവാക്കാറാണ് പതിവ്.
ചില ആളുകൾ അത് പിന്നെ സർവീസ് ചെയ്യൽ SMBS ഞാൻ ഇത് പറഞ്ഞ പോലെ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി പറഞ്ഞ പോലെ SMBS സർവീസ് ചെയ്യലും അപൂർവമാണ്. മിക്ക ആളുകളും അത് അതിനെക്കുറിച്ചിട്ടൊരു ധാരണ ഇല്ലാണ്ട് എന്താണെന്ന് അറിയില്ല, ആരും സർവീസ് ചെയ്യാറില്ല. അപ്പോൾ ഇതുപോലുള്ള ലെയർ പിന്നെ ബ്രാൻഡഡ് SMBS ഒക്കെ എന്തായാലും നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഓൺലൈനിൽ വരുത്തണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ SMBSലും ഇതുപോലെ തന്നെ 5 വോൾട്ട് 12 വോൾട്ട് പിന്നെ 3 വോൾട്ട് മാത്രമേ വരുള്ളൂ എല്ലാ മദർ ബോർഡിൻ്റെ അകത്തും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നമ്മൾ സാധാരണ വരുന്ന ATX SMBS ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.